ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ആ ഒരു വിജയം എങ്ങനെയായിരിക്കും എന്നതിലൊക്കെ ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 6 എതിരില്ലാതെ വിജയത്തുടക്കം നേടാൻ LDFന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആവേശത്തിലാണ് LDF പ്രവർത്തകർ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സന്തോഷ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സന്തോഷ, ഗുഡ് മോർണിംഗ്. അതായത് നമുക്കറിയാം മലപ്പട്ടം ഒപ്പം ആന്തൂര് തുടങ്ങിയ 6ഓളം ഇടങ്ങളിലാണ് ഇത്തരത്തിൽ 6ഓളം ഇടങ്ങളിലാണ് സന്തോഷ സ്ഥാനാർത്ഥികളെ പോലും നിർണ്ണയിക്കാൻ പറ്റാതെ UDF അപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ വിമതരുടെ ശല്യമുണ്ട്. ഒപ്പം തന്നെ അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിൽ പ്രചാരണത്തിന് വരികയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നു ഒരു അട്ടിമറി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു പോയ ആളുകളാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ പോലും ഇല്ലാതെ നിൽക്കുന്നു. തീർച്ചയായും ഭദ്ര, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ ഈ കണ്ണൂരിൽ 6 LDFന് എതിരില്ലാതെ ഒരു വിജയ തുടക്കം നേടാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം കേരളത്തിലെ മുഴുവൻ സ്ഥലത്തുമുള്ള LDF പ്രവർത്തകർക്കുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ അവർക്കവിടെ വിജയ തുടക്കം നേടാൻ കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ 6 സ്ഥലത്ത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുതന്നെയാണ് LDF പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ആവേശം ഈ ഘട്ടത്തിൽ പകരുന്നത്. മലപ്പട്ടം പഞ്ചായത്തിലെ 2 വാർഡുകളിലും ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിലും ഒപ്പം തന്നെ കണ്ണപുരം പഞ്ചായത്തിലെ 2 വാർഡുകളിലുമാണ് UDFന് എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. ഈ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുന്നതോടുകൂടി ഇവരെ വിജയികളെയായി ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഈ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാതെ UDFനും കോൺഗ്രസിനും എതിരെ വലിയ വിമർശനം ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ അതോടൊപ്പം തന്നെ UDF ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം തകർക്കുന്നതാണ് തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഈ കാര്യം എന്നുള്ളതാണ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ 6 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്താനായി കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു കോൺഗ്രസ്. പക്ഷേ ഒരു സ്ഥലത്തും സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടുന്ന അവസാന സമയം കഴിയും വരെയും UDFന് ഈ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധിച്ചുമില്ല. പ്രത്യേകിച്ചും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് മലപ്പട്ടം പോലുള്ള പ്രദേശങ്ങൾ. മലപ്പട്ടം എന്ന് പറയുന്നത് പൊതുവെ കണ്ണൂർ ജില്ലയിലെ CPIMന് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് മലപ്പട്ടം പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ക്യാമ്പ് ചെയ്യുകയും അവിടെ വലിയ സംഘർഷത്തിനുൾപ്പെടെ തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അടുവാപ്പുറം എന്ന് പറയുന്ന സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് കോൺഗ്രസ് ഈ സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. അന്ന് വലിയ വെല്ലുവിളി നടത്തിയത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഞങ്ങൾ കോട്ട പൊളിക്കും, ഇടതു കോട്ട പൊളിക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വലിയ മുദ്രാവാക്യവും പ്രചരണവും എല്ലാം നടത്തിയത്. പക്ഷേ ഈ പറഞ്ഞ സംഘർഷമുണ്ടാക്കിയ അടുവാപ്പുറം എന്ന് പറയുന്ന വാർഡിൽ ആ പ്രദേശത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു തകർച്ച ആ മേഖലയിലെ, അല്ലെങ്കിൽ അവരുടെ ഒരു കെട്ടുറപ്പ് എന്താണ് എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഇന്നലെ ഉണ്ടായത്. അതോടൊപ്പം തന്നെ മലപ്പട്ടത്തെ 2 വാർഡുകൾ കൂടാതെ ആന്തൂരിനും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ആന്തൂരിൽ ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു. കാരണം CPIMൻ്റെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഓഫീസ് തുറന്നിരിക്കുന്നു, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ മുന്നേറ്റം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞു വലിയ വാർത്തയാക്കിയിരുന്നു. സാധാരണഗതിയിൽ CPIMൻ്റെ ഒരു വലിയ ജില്ലാ കമ്മിറ്റി ഓഫീസ് തുറന്നാൽ പോലും വാർത്തയാക്കാത്ത മാധ്യമങ്ങൾ ഈ ഒരു ചെറിയ ഓഫീസ് കോൺഗ്രസ് തുറന്നപ്പോൾ വലിയ വാർത്തയാക്കിയിരുന്നു. പക്ഷേ അവിടെയും ഇതേ വെല്ലുവിളി നടത്തിയതാണ്. പക്ഷേ ആന്തൂരിലും 2 സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസിനോ UDFനോ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെയാണ് കണ്ണപുരം പഞ്ചായത്തിലും 2 സ്ഥലത്ത് LDFന് എതിരില്ലാതെ ഈ സമയം അവസാനിച്ചപ്പോൾ എതിരില്ലാത്ത ഒരവസ്ഥയുള്ളത്. അത്തരത്തിൽ ഈ ആത്മവിശ്വാസം LDF ക്യാമ്പിന് ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാത്തതിൻ്റെ ഒരു കെട്ടുറപ്പില്ലാത്തതിൻ്റെ സംഘടനാ സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു പ്രതിസന്ധിയിൽ കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ പല സ്ഥലങ്ങളിലും UDFന് ഔദ്യോഗികമായി അവരുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ
അതാത് സ്ഥലങ്ങളിലെ പ്രബലരായിട്ടുള്ള മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കളും പ്രവർത്തകരും പത്രിക നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്താൻ കോൺഗ്രസിനോ UDF-നോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കണ്ണൂരിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് സമയം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ പോലും കോൺഗ്രസും UDF-ഉം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ നടുവിൽ ഡിവിഷനിൽ നിന്നും DCC സെക്രട്ടറി തന്നെ ഈ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വലിയ ഒരു ലിസ്റ്റ് കണ്ണൂരിലെ തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിമത പട അല്ലെങ്കിൽ വിമത ശല്യം കോൺഗ്രസിനെയും UDF-നെയും, കോൺഗ്രസിൽ മാത്രമല്ല UDF-നകത്തെ മുസ്ലിം ലീഗിലും ഉണ്ട് ഈ വിമത പ്രശ്നം. വിമത സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിട്ടുണ്ട്. അത് കേവലം ഈ സാധാരണ പ്രവർത്തകരല്ല, നേതൃനിരയിലുള്ള ആളുകൾ പോലും വിമതരായി പത്രിക നൽകിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് UDF ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. UDF-ന് റിബൽ സ്ഥാനാർത്ഥികൾ ഉള്ളത് മാത്രമല്ല പ്രശ്നം. ചില വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലത്ത് മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസും ഈ പത്രിക നൽകിയിട്ടുണ്ട്. നേരിട്ടുള്ള മത്സരത്തിന് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള മത്സരത്തിന് പോലും കളം ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തിലെ നടുവിൽ ഡിവിഷനിലാണ് DCC സെക്രട്ടറി നാമനിർദ്ദേശ പത്രിക ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുപ്പിലങ്ങാട് ഡിവിഷനിൽ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് ഭാരവാഹി വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് കേരളത്തിൽ UDF-ന് നിലവിൽ ഭരണമുള്ള ഒരേ ഒരു കോർപ്പറേഷനാണ്. അവിടെ ഇത്തവണ വിമത പ്രശ്നം UDF-നെ കടുത്ത പ്രതിസന്ധിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ പയ്യാമ്പലം, വാരം ഡിവിഷനുകളിലാണ് ഇപ്പോൾ വിമത സ്ഥാനാർത്ഥികൾ ഉള്ളത്. പയ്യാമ്പലത്ത് ഇന്ദിരക്കെതിരെ KN ബിന്ദുവും, വാരത്ത് KP താഹിർ എന്ന് പറയുന്നത് ലീഗിൻ്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ്. KP താഹിറിനെതിരെ മുസ്ലിം ലീഗിൻ്റെ മറ്റൊരു പ്രബലനായ റയീസ് അസാദിയുമാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ള. അത്തരത്തിൽ കോർപ്പറേഷനിൽ പോലും വലിയ വെല്ലുവിളി UDF നേരിടുന്നു. ഒപ്പം തന്നെ നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന PK രാഗേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ കൂടിയായ PK രാഗേഷിൻ്റെ നേതൃത്വത്തിൽ 12 സീറ്റുകളിൽ കണ്ണൂർ കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ആ നിലയിൽ നടുവിൽ പഞ്ചായത്തിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട്, കുന്നോത്തുപറമ്പിലുണ്ട്, മയ്യിലുണ്ട്, അതോടൊപ്പം തന്നെ പാനൂർ നഗരസഭയിലുണ്ട്. അങ്ങനെ കരുവഞ്ചാൽ മണ്ഡലം സെക്രട്ടറി ഈ പറയുന്ന 6-ാം വാർഡിൽ ഇപ്പോൾ പത്രിക നൽകിയിട്ടുണ്ട്. നടുവിൽ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പത്രിക നൽകിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫോണിൽ ഞാൻ എല്ലാം ഒരുപാടുണ്ട്, വായിച്ചാൽ തീരാത്ത അത്രയും വിമത സ്ഥാനാർത്ഥികളാണ് കണ്ണൂർ ജില്ലയിൽ UDF-നും കോൺഗ്രസിനും വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് ഒരു പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ച് പ്രചരണം നടത്താൻ ഇതുവരെ പല സ്ഥലങ്ങളിലും UDF-ന് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ വിമത സ്ഥാനാർത്ഥിയെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കണമോ, മറ്റേയാളെ അതായത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നിലവിൽ പത്രിക നൽകിയ ആളെ പിൻവലിക്കണോ നോമിനേഷൻ എന്ന കാര്യത്തിൽ പല സ്ഥലത്തും വ്യക്തത വരുത്താൻ UDF-ന് കഴിഞ്ഞിട്ടില്ല.